അങ്ങനെ വീണ്ടും ഓർക്കാൻ ആഗ്രഹമില്ലാത്തൊരു ദിവസം വന്നു. വേറൊന്നുമല്ല, ഒരു ഹോസ്പിറ്റൽ ഡേ വീണ്ടും വന്നു. ഇന്നലെ രാത്രി 12 മണിയായപ്പോഴത്തേക്കും ചാരുട്ടിക്ക് ടെമ്പറേച്ചർ ഒക്കെ കൂടി നമ്മുടെ വീടിനടുത്തുള്ള NS-ലോട്ട് കൊണ്ടുവന്നു രാത്രി. മുമ്പ് ഒരു തവണ ചാരുട്ടിക്ക് ഇതുപോലെ ചൂടൊക്കെ കൂടി രാത്രി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരുപാട് വിഷമിച്ചൊരു കാര്യം. ഇന്നലെ വീണ്ടും ഇങ്ങനെ വന്നത് ചെറിയൊരു പങ്ക് നമ്മുടെ ഭാഗത്തുണ്ട്. എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം. 2 ദിവസം മുന്നേ നമ്മളെ കുട്ടിയത്തുള്ള ഡ്രീമാളിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സെക്ഷൻ അവിടെ ഉണ്ട്, പെപ്പെ പ്ലാനറ്റ് എന്ന് പറയും. കുട്ടികൾക്ക് എന്റർടൈനിങ് ചെയ്യാൻ ഒരുപാട് ഗെയിമിംഗ് സെക്ഷൻസ് ഉണ്ട് അവിടെ. ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ, കുട്ടികളായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും കയറി ഒന്ന് ട്രൈ ചെയ്ത് പോകും. ഇതിനകത്ത് തന്നെ കുട്ടികൾക്കായിട്ടുള്ള ടോയുടെ ഒരു ഷോപ്പൊക്കെ ഉടനെ ഓപ്പൺ ആവുന്നുണ്ട്. ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്തെന്ന് പറഞ്ഞാൽ മാളിനകത്ത് നിന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇരുന്ന് കഴിക്കാനുള്ള ഫെസിലിറ്റീസ്. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്തായിരുന്നു. ചാരുട്ടിക്ക് തണുപ്പ് കുറഞ്ഞൊരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ജ്യൂസ് കുടിച്ചതിൽ നിന്നാണ് ഈ നമുക്ക് ഈ പനിയും ഈ ടെമ്പറേച്ചർ കൂടിയത്. പരമാവധി കൊച്ചു കുട്ടികളുമായിട്ട് പോകുന്ന സമയത്ത് ഈ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കും. അങ്ങനെ പിറ്റേ ദിവസത്തെ റിവ്യൂ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരി ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു, ബൈ.